ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. 8ാം ക്ലാസ്സിലെ മുത്തുമണികൾക്ക് മലയാളം സെക്കൻഡിൽ പഠിക്കാനുള്ള ഓണത്തിന് ശേഷം വരുന്ന ആദ്യത്തെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ മക്കളെ. ഏതാണത്? പ്രത്യാശയുടെ കിരണങ്ങൾ അല്ലേ? ഏതാണ് മക്കളെ? പ്രത്യാശയുടെ കിരണങ്ങൾ. പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ മലയാള സാഹിത്യത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം നമുക്ക് ഈ ഒറ്റ ക്ലാസ്സിലൂടെ സെറ്റാക്കിയാലോ? ഈ പാഠഭാഗം മാത്രമല്ല, ഈ പാഠഭാഗം വായിച്ചു കഴിയുന്ന അടുത്ത പേജിൽ VKN എഴുതിയ നിലനിൽപ്പിയം എന്ന് പറയുന്ന ഒരു പാഠഭാഗം കൂടിയില്ലേ? അതും കൂടി നമുക്കൊന്ന് പഠിച്ചു പോകാം. ഓക്കെ അല്ലടാ? ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് പഠിച്ചാലോ? പ്രത്യാശയുടെ കിരണങ്ങൾ. നമുക്ക് ഈ കഥയുടെ ആശയം ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് വായിച്ചു പോകാം. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എക്സാമിനർ ആപ്പിലുണ്ട്. ആപ്പിൽ ജോയിൻ ചെയ്ത മുത്തുമണികൾക്ക് ആ ക്ലാസ്സും അതിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും, എക്സാം ഓറിയൻ ക്വസ്റ്റ്യൻസ്, 1 വേർഡ് അല്ലേ, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് അത് ഉടനടി കിട്ടും. ജോയിൻ ചെയ്ത മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആപ്പിൽ ജോയിൻ ചെയ്യുക. 8ാം ക്ലാസ്സിന് ആപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് മാർക്ക് വാങ്ങിടുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു പാഠത്തിൻ്റെ ഏതാണ് നമ്മുടെ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയം ഒന്ന് പെട്ടെന്ന് പഠിച്ചു പോവുകയാണ്. അപ്പം മക്കളെ, എന്താണ് പ്രത്യാശ എന്ന് പറഞ്ഞാൽ? പ്രത്യാശ എന്ന് പറഞ്ഞാൽ നല്ലത് സംഭവിക്കുമെന്ന പ്രതീക്ഷയാണ്. ഒരു പ്രതീക്ഷയാണ് എന്ത്? പ്രത്യാശ എന്ന് പറഞ്ഞാൽ. കിരണങ്ങൾ എന്താണ്? സൂര്യകിരണം കിട്ടുന്നത്. സൂര്യകിരണം രാവിലെ എണീച്ച മക്കളാണെങ്കിൽ കാണും സൂര്യൻ്റെ കിരണം ഇങ്ങനെ വന്നു പോകുന്നത് അല്ലേ? കിരണം എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മി എന്നർത്ഥം. അതായത് ഇത്രയേ ഉള്ളൂ. പ്രതീക്ഷയുടെ രശ്മി, പ്രതീക്ഷയുടെ വെളിച്ചമാണ് പ്രത്യാശയുടെ കിരണം. നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത്, നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് ഒരു പ്രതീക്ഷയുടെ വെളിച്ചം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു വരും. ആ വെളിച്ചമാണ് ഏത്? നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ മഹാവെളിച്ചം എന്ന് പറയുന്നത്. ആ വെളിച്ചത്തെയാണ് ഈ കഥയിൽ പരാമർശിക്കുന്നത്. ഏത് പേരിൽ? പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്ന പേരിൽ. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ആശയം പെട്ടെന്നൊന്ന് പഠിച്ചു പോകാം. മലയാള സാഹിത്യത്തിലെ അനശ്വരനായ കഥാകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന കൃതിയിലെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് പ്രത്യാശയുടെ കിരണങ്ങൾ. ഇപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന് പറയുന്ന കഥയിലെ പ്രശസ്തമായ ഒരു ഭാഗമാണ് ഏത്? പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്ന കുഞ്ഞു കഥ. ഒരു ഡോക്ടർ കൂടിയായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും നേർക്കാഴ്ചയാണ് ഈ കഥ. പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഡോക്ടറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ചാലിച്ചെഴുതിയ ഒരു കഥയാണ് ഏത് മക്കളെ? പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന് പറയുന്ന ഈ സുന്ദരമായ ചെറുകഥ. ഈ കഥാഭാഗം സമൂഹത്തിലെ 2 വ്യത്യസ്ത തലങ്ങളെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു. സമൂഹത്തിലെ 2 വ്യത്യസ്ത ആൾക്കാരെ സൂക്ഷ്മമായി അവതരിപ്പിക്കുകയാണ് ഈ ഒരു കഥയിലൂടെ ചെയ്യുന്നത്. ലളിതമായ ഭാഷയും മൂർച്ചയേറിയ സംഭാഷണങ്ങളുമാണ് ഈ കഥയുടെ പ്രധാന ആകർഷണങ്ങൾ. ഇപ്പോൾ ലളിതമായ ഭാഷയിലും നല്ല വാക്പ്രയോഗത്തിലുമാണ് ഈ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഥയിലെ ആദ്യ ഭാഗം ഒരു സാധാരണക്കാരൻ്റെ ജീവിത ദുരിതങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. നമുക്കറിയാം ഈ കഥ 2 പ്രധാന കഥാപാത്രങ്ങളില്ലേ? ഒന്ന് ധനികൻ ലാല, പിന്നെ ശിപ്പായി ഇല്ലേ, ദരിദ്രനായ ശിപ്പായി, പിന്നെ നമ്മൾ ഡോക്ടർ സന്തുകുമാറും അല്ലേ. പക്ഷേ 2 പ്രധാന കഥാപാത്രങ്ങൾ ധനികനും ആ ദരിദ്രനുമാണ്. ഇവരെ താരതമ്യം ചെയ്താണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഈ ശിപ്പായി ആദ്യം തന്നെ കടന്നു വരികയാണ്, ദരിദ്രൻ. ഇപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ്, മുട്ട തിന്നാറുണ്ടോ, പാല് കുടിക്കാറുണ്ടോ, ഇറച്ചി കഴിക്കാറുണ്ടോ, മീൻ കഴിക്കാറുണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞു ഒന്നുമില്ല. ഇപ്പോൾ ഈ ഡോക്ടർക്ക് ദേഷ്യം പിടിച്ചു അല്ലേ. ഇപ്പോൾ ഡോക്ടർ ചോദിച്ചു, എടോ താൻ പുല്ലെങ്കിലും തിന്നാറുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഈ ദരിദ്രനായ ശിപ്പായി പറയുകയാണ്, ഡോക്ടർ, വയസ്സായ അച്ഛനും അമ്മയും എൻ്റെ ഭാര്യയും മക്കളൊക്കെ വീട്ടിലുണ്ട്. ഞാൻ കഴിച്ചാൽ അവർക്കൊന്നും ആകില്ല. ഞാനൊരു പാവം ശിപ്പായിയാണ്. എന്ന് വെച്ചാൽ സാധാരണ ജോലി ചെയ്യുന്ന ആൾ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ശമ്പളമില്ല, ഞാൻ അഴിമതിയില്ല, ഞാൻ കൈക്കൂലി വാങ്ങാറില്ല. എനിക്ക് കിട്ടുന്ന ശമ്പളം എൻ്റെ വീട്ടിലെല്ലാവർക്കും എൻ്റെ ഭക്ഷണം കഴിക്കാൻ പോലും തികയുന്നില്ല. പിന്നെ ഞാൻ കൂടി കഴിച്ചാൽ എന്തായിരിക്കും? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഈ കലശലായ ക്ഷീണം മാറ്റാനുള്ള കാരണം പോഷകാഹാരം കഴിച്ചാൽ മതി. ഡോക്ടർ ബിസ്ക്കറ്റും മരുന്നൊക്കെ കൊടുത്തു വിടുകയാണല്ലേ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ അടുത്ത് വീണ്ടും വന്നോളൂ എന്ന് പറഞ്ഞ് ആ പ്രത്യാശ ദരിദ്രനായ ശിപ്പായിക്ക് കൊടുത്തുകൊണ്ട്, ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ഡോക്ടർ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു. ഇവിടെ ഒരു ദരിദ്രൻ തൻ്റെ ജീവിതാവസ്ഥകളിൽ സങ്കടപ്പെടുന്നതിൻ്റെ നേർചിത്രം കാണാൻ സാധിക്കും.
കഥയിലെ ആദ്യ ഭാഗം ഒരു സാധാരണക്കാരൻ്റെ ജീവിത ദുരിതങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. പോഷകാഹാരക്കുറവ് കാരണം കലശലായ ക്ഷീണമുള്ള ഒരു ശിപ്പായിയാണ് ഇവിടെ രോഗി. പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ട് കലശലായ ക്ഷീണം അനുഭവിക്കുന്ന ഒരു ശിപ്പായിയാണ് ഇവിടെ ആദ്യ രോഗി. പുല്ല് തിന്നാറുണ്ടോ എന്ന ദേഷ്യത്തിൽ ചോദിച്ച ഡോക്ടർക്ക് ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല എന്ന അയാളുടെ മറുപടി. ഡോക്ടറെ, പുല്ല് തിന്നാൻ പോലും വകയില്ല എന്നാണ് ഈ രോഗി പറയുന്നത്. എത്രത്തോളം രൂക്ഷമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ രോഗിയുടെ, ഈ ദരിദ്രൻ്റെ അവസ്ഥ എത്രമാത്രം രൂക്ഷമാണ് എന്ന് ആ രോഗിയുടെ വാക്കിൽ നിന്നും ആ ഡോക്ടർ തിരിച്ചറിയുകയാണ്. ഡോക്ടറെ, പുല്ല് തിന്നാൻ പോലും വകയില്ല എന്ന് പറയുന്ന ആ രോഗിയുടെ വാക്ക് ആ ഡോക്ടറെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു. രോഗവും വിശപ്പും അതിനുള്ള മരുന്നും ഭക്ഷണമാണെന്ന് ഡോക്ടർ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവാണ് ശിപ്പായിക്ക് ടോണിക്കുകളും ബിസ്ക്കറ്റുകളും നൽകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ സന്തുകുമാറിന് ആ രോഗിയോട് സ്നേഹം വരുന്നു, ആ രോഗിയോട് സഹാനുഭൂതി വരുന്നു. ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരുമിച്ച് നേരിടാമെന്ന് ഡോക്ടർ രോഗിയെ ആശ്വസിപ്പിക്കുന്നു. ഡോക്ടർ ആ രോഗിയെ, ആ സന്തുകുമാർ ആ രോഗിയായ ശിപ്പായി ചേർത്ത് പിടിച്ച് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ മരുന്ന് വേണമെങ്കിലും, നിങ്ങൾക്ക് എപ്പോൾ വിശക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ട്, എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് മരുന്നുകളും ടോണിക്കുകളും പൈസയും തരാമെന്ന് പറഞ്ഞ് ഡോക്ടർ പ്രത്യാശയുടെ കിരണം നൽകിക്കൊണ്ട് ആ രോഗിക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷയുടെ വെള്ളിവെളിച്ചം വീശിക്കൊണ്ട് ആ ഡോക്ടർ ആ രോഗിയെ പറഞ്ഞേക്കുന്നല്ലോ. മക്കളെ, പ്രത്യാശയുടെ കിരണങ്ങൾ ടൈറ്റിൽ നോക്ക്, കഥയുടെ ശീർഷകം നോക്ക്. ഈ ദരിദ്രനായ ശിപ്പായിക്ക് പ്രതീക്ഷ വരുന്ന ജീവിതത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി തനിക്ക് രോഗങ്ങളൊന്നുമില്ല, പോഷകാഹാര കുറവ് മാത്രമേ ഉള്ളൂ, അത് ഡോക്ടർ പരിഹരിച്ചു എന്നറിയുന്നു. കൂടാതെ ജോലിയിൽ ശ്രദ്ധിക്കണമെന്നും ഇനിയും ഒരുപാട് നല്ല രീതിയിൽ ജോലി ചെയ്യണമെന്നും കൂടി സ്നേഹത്തോടു കൂടിയുള്ള, വാത്സല്യത്തോടു കൂടിയുള്ള, കരുതലോടു കൂടിയുള്ള ഉപദേശവും കൊടുത്തുകൊണ്ടാണ് ഡോക്ടർ സന്തുകുമാർ ആദ്യ രോഗിയായ ദരിദ്രനായ ശിപ്പായിയെ പറഞ്ഞയക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുടെ വെള്ളി വെളിച്ചം വീശുകയാണ്. രണ്ടാമത്തെ രോഗി ധനികൻ ലാല, ഒരു ചിരി പറത്തുന്ന കഥാപാത്രമാണല്ലേ. ഒരുപാട് പൈസയുള്ളവൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ ഈ കഥാപാത്രം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ രോഗി ഇതിൻ്റെ നേർവിപരീതമാണ്. തടിച്ചു കൊഴുത്ത സ്വർണ്ണമോതിരങ്ങളും വില കൂടിയ സുഗന്ധ ദ്രവ്യങ്ങളും അണിഞ്ഞ ധനികൻ. അദ്ദേഹത്തിന് രോഗങ്ങളില്ല, പക്ഷേ പ്രഷറും ഷുഗറും പോലുള്ള നല്ല നല്ല രോഗങ്ങൾ വേണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു, അല്ലേ. ഈ ധനികൻ ലാല വരുമ്പോൾ തന്നെ ഡോക്ടർ ചോദിക്കുക, നിങ്ങൾ മരിച്ചിട്ടേ, നിങ്ങൾ കുറേ ആരും ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ധനികൻ ലാല പറഞ്ഞു, ഇല്ല, ഞാൻ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ധനികനായ ലാല എന്ന് പറയുന്ന വ്യക്തിയുടെ ചിന്ത എന്ന് പറഞ്ഞാൽ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വന്നാലേ പൈസക്കാരനാവൂ, പൈസക്കാർ ഇതൊക്കെ വേണം, എന്നിട്ട് ഇതൊക്കെ ആ പണം കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കണമെന്ന തെറ്റായ ചിന്താധാരണയാണ് ആർക്കുള്ളത്? ഈ ധനികനായ ലാലക്കുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. അദ്ദേഹത്തിന് രോഗങ്ങളില്ല, പക്ഷേ പ്രഷറും ഷുഗറും പോലുള്ള നല്ല നല്ല രോഗങ്ങൾ വേണം. സുഹൃത്തുക്കൾക്കെല്ലാം ഇത്തരം അസുഖങ്ങൾ ഉള്ളപ്പോൾ തനിക്ക് മാത്രം ഇല്ലാത്തതിനുള്ള അപകർഷതയാണ് അദ്ദേഹത്തെ അലട്ടുന്നത്, അല്ലേ. തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം എല്ലാവിധത്തിലും രോഗങ്ങളും ഉണ്ട്, പക്ഷെ തനിക്കൊരു രോഗവും ഇല്ല. തനിക്ക് ഷുഗർ വേണം, കൊളസ്ട്രോൾ വേണം, പ്രഷർ വേണമെന്നൊക്കെ ആരാഗ്രഹിക്കുന്നു? ഇല്ല, ഈ ധനികൻ ആഗ്രഹിക്കുന്നു. ഒരു തരത്തിലൊരു എന്താണ് പറയുക, സൈക്കോ ആണല്ലേ ഈ ധനികൻ എന്ന് പറയുന്നത്. പണമുള്ളവൻ്റെ കഴപ്പ്, അല്ലേ, അത് തന്നെ പറയാം. പണമുള്ളവന് രോഗങ്ങൾ വേണം, അത് ചികിത്സിച്ച് ഭേദമാക്കണമെന്ന ആഗ്രഹം. രോഗമില്ലെങ്കിൽ സമൂഹം അവൻ്റെ ദരിദ്രനെന്ന് ചുറ്റിക്കൂട്ടുമോ എന്നൊരു പേടി. പക്ഷെ ദരിദ്രനോ രോഗം വന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറ തന്നെ ഇളകുമെന്ന ഭയം. ഈ രണ്ട് വ്യത്യാസമാണ് ഈ കഥ നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ പാഠം. പണമുള്ളവൻ്റെയും പണമില്ലാത്തവൻ്റെയും നെഞ്ചിലെ തീ അതാണ് പറയുന്നത്. പണമുള്ളവന് രോഗമില്ലാത്തതിൻ്റെ സങ്കടം, പണമില്ലാത്തവന് രോഗമുള്ളതിൻ്റെ സങ്കടം. പണമില്ലാത്തവൻ്റെ സങ്കടത്തിനല്ലേ വില. പണമുള്ളവൻ എന്താണ്? അഹങ്കാരം, സ്വാർത്ഥതയാണ്. അതാണ് ഈ ധനികൻ ലാല എന്ന് പറയുന്ന കഥാപാത്രം. രോഗം ഒരു സ്റ്റാറ്റസ് സിമ്പലായി കാണുന്ന, അല്ലേ, രോഗം ഒരു സ്റ്റാറ്റസ് സിമ്പലായി കാണുന്ന ഈ ധനികൻ്റെ കഥാപാത്രത്തിലൂടെ ഉള്ളവൻ്റെ ലോകത്തിലെ വ്യാകുലതകളെ കഥാകൃത്ത് ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്നു, അല്ലേ. ഹാസ്യാത്മകമായിട്ടാണ് ധനികൻ കഥാപാത്രം മാറുന്നത്. ഉള്ളവൻ്റെ ലോകം, ഒരേ പൈസയുണ്ട്, ചിലവാക്കാൻ ഒരു വഴിയുമില്ല, കാറും വീടും എല്ലാം വാങ്ങി, എന്നിൽ ആകെ വഴി രോഗം ഉണ്ടാക്കുക, ചികിത്സിക്കുക, പൈസ കളയുക. അത്തരത്തിലുള്ള കഥാപാത്രമായിട്ടാണ് കൈ നിറയെ മോതിരമുള്ള കഥാപാത്രമായി ആരും ധനികൻ ലാല വരുന്നത്. ചിലപ്പോൾ ചോദ്യം വരാം, കഥാപാത്ര നിരൂപണം, ധനികൻ ലാല, പിന്നെ നമ്മൾ ഡോക്ടർ സന്തുകുമാർ വരും, ദരിദ്രൻ വരും. ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഈ രണ്ട് കഥാപാത്രങ്ങളെയും ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന സന്തുകുമാറിൻ്റെ സമീപനം ശ്രദ്ധേയമാണ്.
ഈ രണ്ട് കഥാപാത്രങ്ങളെ ഒരേ സമയം ആര് കൈകാര്യം ചെയ്യുന്നു? ഡോക്ടർ സന്തുകുമാർ കൈകാര്യം ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം ഒരു മാതൃകാപരമായ കാര്യമാണെന്ന് വ്യക്തമാണ്. ഒരു വശത്ത് ദാരിദ്ര്യത്തിൻ്റെ ദുരിതത്തിൽപ്പെട്ട് അവശനായവന് സഹായം നൽകുന്ന കാരുണ്യവാനായ ഡോക്ടർ, മറുവശത്ത് അനാവശ്യമായ ആഗ്രഹങ്ങളുള്ള ധനികനോട് സൗഹൃദപരമായി സംസാരിക്കുന്ന എന്നാൽ അയാളുടെ മനോഭാവത്തെ പരിഹസിക്കുന്ന സുഹൃത്ത്. അല്ലേ? ഈ വൈരുദ്ധ്യങ്ങൾ കഥയെ കൂടുതൽ സജീവമാക്കുന്നു. നോക്കൂ, നമ്മൾ ഒരു വശത്ത് കാണാൻ സാധിക്കുക? ദാരിദ്ര്യത്തിൻ്റെ ദുരിതത്തിൽപ്പെട്ട് അവശനായ സഹായം നൽകുന്ന കാരുണ്യവാനായ ഡോക്ടർ. ആ പാവപ്പെട്ടവന് എല്ലാവിധത്തിലുമുള്ള സഹായം ചെയ്യുന്ന കാരുണ്യവാനായ ഡോക്ടറെ കാണാൻ സാധിക്കും, മനുഷ്യത്വമുള്ള ഡോക്ടറെ കാണാൻ സാധിക്കും. എന്നാൽ കഥയുടെ മറുവശത്തോ അനാവശ്യമായ ആഗ്രഹങ്ങളുള്ള ധനികനോട് സൗഹൃദപരമായി സംസാരിക്കുന്ന എന്നാൽ അയാളുടെ മനോഭാവത്തെ പരിഹസിക്കുന്ന സുഹൃത്ത്. ആ ധനികനിലെ ആളുടെ സുഹൃത്താണ് ഈ ഡോക്ടർ സന്തുകുമാർ. അപ്പോൾ അദ്ദേഹം പരിഹസിക്കുകയാണ് ധനികനെ. എന്താടോ താൻ കാട്ടിക്കൂട്ടണേ? തനിക്ക് മരുന്ന് കഴിച്ച് പെട്ടെന്ന് മരിക്കണം എന്നുണ്ടോ? അപ്പോൾ ഈ ധനികൻ പറയുകയാണ്, എനിക്ക് മരിക്കുന്നു വേണ്ട, ഞാൻ പണം കൊണ്ട് ചികിത്സിച്ച് മാറ്റുമെന്ന്. അപ്പോൾ ഒരു വശത്ത് ഡോക്ടർ പാവപ്പെട്ടവനെ സ്നേഹിക്കുകയും മറുവശത്ത് തൻ്റെ സുഹൃത്തായ ധനികനെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു, പണമുള്ളതിൻ്റെ അഹങ്കാരം കാണിച്ചതിന്. അപ്പോൾ നല്ലൊരു കഥാപാത്രമായി ആര് കടന്നു വരുന്നു? ഡോക്ടർ കടന്നു വരുന്നുണ്ടല്ലേ? ഈ വൈരുദ്ധ്യങ്ങൾ കഥയെ കൂടുതൽ സജീവമാക്കുന്നു, തമാശയിലൊക്കെ ആക്കുന്നു, വായനക്കാരെ ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുന്നു കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന കഥാഭാഗം ദാരിദ്ര്യം, സമ്പത്ത്, ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്നു. അല്ലേ? ദാരിദ്ര്യവും സമ്പത്തും തമ്മിലുള്ള വ്യത്യാസമാണ് കഥ തരുന്നത്. പണക്കാരൻ പണക്കാരനായി പോകുന്നു, അവന് രോഗമില്ലാത്തതിൻ്റെ ദുഃഖം. പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായി പോകുന്നു, അവന് രോഗമുള്ളതിൻ്റെ ആ ഒരു ആശങ്ക, സങ്കടം. ഈ വൈരുദ്ധ്യങ്ങളെയാണ് ഈ കഥാഭാഗത്തിലൂടെ വായനക്കാരോട് എഴുത്തുകാരൻ പറയുന്നത്. പുനത്തിലിൻ്റെ തനത് ശൈലിയായ ലളിതവും സംഭാഷണാത്മകവുമായ ഭാഷയാണ് ഈ കഥയുടെ ശക്തി. ഇപ്പോൾ സംഭാഷണാത്മകവും ലളിതവുമായ ഭാഷയാൽ മനോഹരമായ കഥയാണ് ഏത്? നമ്മുടെ പ്രത്യാശയുടെ കിരണങ്ങൾ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ പെട്ടെന്നൊന്ന് പഠിച്ചു പോകാം. ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. പുല്ലു മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും. ഞാൻ പറഞ്ഞേക്കാം. ഈ വാക്യങ്ങൾ വിശകലനം ചെയ്ത് പാഠഭാഗത്ത് തെളിയുന്ന ജീവിതാവസ്ഥ ചർച്ച ചെയ്യുക. മക്കൾ, എന്താ ചോദ്യം? ജീവിത അവസ്ഥ ചർച്ച ചെയ്യുക എന്നാണ് ചോദ്യം. ഒരുപക്ഷെ ഈ ചോദ്യം വരാം നിങ്ങൾക്ക് എക്സാമിന്. ഈ രണ്ട് ധനികൻ്റെയും ദരിദ്രൻ്റെയും ജീവിതാവസ്ഥ ചർച്ച ചെയ്യുക എന്നല്ല, ധനികൻ്റെയും ദരിദ്രൻ്റെയും ജീവിതാവസ്ഥ താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചിലപ്പോൾ എക്സാമിന് ചോദ്യം പ്രതീക്ഷിക്കാം. അല്ലേ? ഇപ്പം എന്താണ്? ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. ആരെ വാക്കാ? ദരിദ്രനായ ശിപ്പായിയുടെ വാക്കല്ലേ? എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. ഇതാരുടെ വാക്കാണ്? ധനികൻ്റെ വാക്കാണ്. പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും. ഞാൻ പറഞ്ഞേക്കാം. ഡോക്ടർ പറയുന്ന വാക്കാണ്. അപ്പോൾ ഈ വാക്കുകളെ വെച്ചുകൊണ്ട് ഉത്തരം എഴുതാനാണ് ചോദ്യം. ചർച്ച ചെയ്യുക എന്നാണ് ചോദ്യം. നോക്കാം. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന കഥാഭാഗത്തെ സംഭാഷണങ്ങൾ കേവലം കഥാപാത്രങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന വ്യത്യസ്ത ജീവിതങ്ങളുടെ നേർസാക്ഷ്യങ്ങൾ കൂടിയാണ്. അല്ലേ? ഈ ദരിദ്രൻ പുല്ല് നാം പോലും വകയില്ല എന്ന് പറയുമ്പോൾ ഇതേ ദരിദ്രനെ പോലെ ഒന്നുമില്ലാത്ത പോഷകാഹാര കുറവുള്ള ഒരുപാട് ജനങ്ങളുടെ പ്രതീകമായി ഇദ്ദേഹം മാറുന്നു. പട്ടിണിയുടെ, ദാരിദ്ര്യത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ പ്രതീകമായി ഈ ദരിദ്രൻ മാറുന്നു. എന്നാൽ എന്താണ്? എനിക്ക് വേണ്ടത് രോഗങ്ങളാണ് എന്ന് പറയുന്ന ധനികനിലൂടെ സമ്പത്തിൻ്റെ മതിഭ്രമത്തിൽ, ആലസ്യത്തിൽ, ആഡംബരത്തിൽ കഴിയുന്ന പണക്കാരെ പ്രതീകമാക്കുന്നു. രോഗങ്ങളില്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് കുറയുമെന്ന് ആഗ്രഹിക്കുന്ന പണക്കാർ, തനിക്ക് ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഇല്ലെങ്കിൽ തനിക്ക് ജീവിതത്തിൽ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടില്ലെന്ന് ആഗ്രഹിക്കുന്ന സ്വാർത്ഥതയുടെ ലാഭേച്ഛ മാത്രമുള്ള ആൾക്കാർ, ഈ സമ്പന്നരുടെ പ്രതീകമായി ധനികൻ മാറുന്നു. എന്നാൽ ധനികനെയും ദരിദ്രനെയും വേറെ വേറെ രീതിയിൽ സമീപിക്കുന്ന, പാവപ്പെട്ടവനോട് കാരുണ്യ ഹൃദയമുള്ള, അവനെ സഹായിക്കാനുള്ള മനസ്സലിവുള്ള ഒരു കഥാപാത്രമായി ഡോക്ടർ സന്തുകുമാർ മാറുന്നു. എന്നാൽ പണക്കാരനായ രോഗിയെ വിമർശിക്കാനും പരിഹസിക്കാനുമുള്ള ഒരു തൻ്റെയിടം കാണിക്കുന്ന ഒരു സുഹൃത്തിനെയും കഥയിൽ കാണാം. ഇത്തരം സന്തുകുമാറും ധനികനും ദരിദ്രനുമെല്ലാം കഥയിൽ വ്യത്യസ്തങ്ങളായ ആൾക്കാരുടെ പ്രതീകങ്ങളായി, കൂട്ടായ്മയുടെ പ്രതീകങ്ങളായി മാറുന്നു. ശിപ്പായിയുടെ ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല എന്ന വാക്യം ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായതയുടെയും ആഴം വെളിവാക്കുന്ന ഒന്നാണ്. അല്ല മക്കളെ? ശിപ്പായിയുടെ ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല എന്ന വാക്യം എന്തിൻ്റെ പ്രതീകങ്ങളാണ്? ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായതയുടെയും ആഴം വെളിവാക്കുന്ന വാക്കാണ്, ഒന്നാണ്.
ഡോക്ടറുടെ പരിഹാസരൂപേണയുള്ള ചോദ്യത്തിന് മറുപടിയായി വരുന്ന ഈ വാക്കുകൾ സത്യസന്ധമായി ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ദൈന്യത മുഴുവൻ ഉൾക്കൊള്ളുന്നു. സത്യസന്ധമായി ജീവിക്കുന്ന സാധാരണക്കാരൻ്റെ ദുഃഖങ്ങളെല്ലാം ഈ വാക്കിൽ പറയാൻ സാധിക്കുന്നു. വിശപ്പാണ് തൻ്റെ യഥാർത്ഥ രോഗമെന്നും ഏറ്റവും വില കുറഞ്ഞെന്ന് കരുതുന്ന പുല്ല് പോലും വാങ്ങാൻ കഴിവില്ലാത്ത അത്രയും കഠിനമായ അവസ്ഥയിലാണ് താനെന്നും അയാൾ പറയാതെ പറയുന്നു. ആയതിനാൽ ദാരിദ്ര്യവും പണവും സമ്പത്തും എല്ലാം ചർച്ച ചെയ്യുന്ന മനുഷ്യ ജീവിതങ്ങളുടെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഈ ദയനീയമായ ജീവിതാവസ്ഥയുടെ നേർവിപരീതമാണ് കഥയിലെ ധനികൻ മുന്നോട്ട് വെക്കുന്ന ലോകം. ഈ ദരിദ്രനായ വ്യക്തിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനായി നിൽക്കുകയാണ് ആര്? ഈ ധനികനായ വ്യക്തി. അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ആഗ്രഹം ഉള്ളവൻ്റെ ലോകത്തിലെ അർത്ഥശൂന്യതയുടെയും മടുപ്പിൻ്റെയും പ്രതീകമാണ്. ഉള്ളവനിൽ നിന്നും ആ ഒരു സ്വാർത്ഥത, അദ്ദേഹത്തിൻ്റെ തെറ്റായ ജീവിത നിലവാരം, ആഡംബരത്തിനും അതിഭ്രമം ഈ സമ്പന്നനായ ധനികൻ ലാലയിൽ നിന്ന് കാണാൻ സാധിക്കും. യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാത്ത ജീവിതത്തിൽ രോഗം എന്നത് ഒരു കൗതുകവും സ്റ്റാറ്റസ് സിമ്പലുമായി മാറുന്നു. അല്ല മക്കളെ, പുതിയ ട്രെൻഡാണ്. എന്താണ്? യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാത്ത ജീവിതത്തിൽ രോഗം എന്നത് ഒരു കൗതുകമായിട്ടും സ്റ്റാറ്റസ് സിമ്പലായിട്ടും മാറുന്നു. തൻ്റെ ചുറ്റുമുള്ള സമ്പന്നർക്കെല്ലാമുള്ള അസുഖങ്ങൾ തനിക്കില്ലാത്തതിലുള്ള അപകർഷതാബോധത്തിൽ നിന്നാണ് ഈ ആഗ്രഹം ഉടലെടുക്കുന്നത്. തനിക്കുള്ള സുഹൃത്തുക്കൾക്കെല്ലാം കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഉണ്ട് ഡോക്ടറെ, എനിക്കൊന്നുമില്ല, എനിക്കതൊക്കെ വേണം, എന്നിട്ട് എനിക്കത് ചികിത്സിച്ച് ഭേദമാക്കണം, എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്നാണ് ആര് പറയുന്നത്? ഈ ധനികൻ ലാല പറയുന്നത്. അത്തരത്തിൽ രോഗമുണ്ടായാൽ മാത്രമേ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാകൂ എന്ന് ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുടെ പ്രതീകമായി ഈ ധനികനും മാറുന്നു. ഈ രണ്ട് വിഭിന്ന ലോകങ്ങളെയും ബന്ധിപ്പിക്കുന്നത് ഡോക്ടർ സന്തുകുമാറിൻ്റെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള വാക്കുകളാണ്. സന്തുകുമാറിൻ്റെ വാക്കുകൾ ഈ രണ്ട് കഥാപാത്രങ്ങളെ ബന്ധിക്കുന്നുണ്ട്. എങ്ങനെ? ഈ മൂന്ന് വാക്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ഒരാൾക്ക് വിശപ്പടക്കാൻ വകയില്ലാത്തപ്പോൾ മറ്റൊരാൾ രോഗങ്ങളെ തേടി നടക്കുന്ന സാമൂഹിക വൈരുദ്ധ്യം വളരെ ശക്തമായി കഥാകൃത്ത് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് വിശപ്പടക്കാൻ പോലും വകയില്ല, അപ്പം മറ്റൊരാൾ രോഗം തേടി നടക്കുകയാണ്. ഇപ്പം ദരിദ്രനായും ധനികനായും മാറുന്ന സാമൂഹിക ചുറ്റുപാടിൻ്റെ വൈരുദ്ധ്യത്തെ ഇവിടെ പരിഹാസമായി നർമ്മബോധത്തിൽ അവതരിപ്പിക്കുകയാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: കലശലായ ക്ഷീണം, നന്നായി പരിശോധിച്ചു, വേഗം എത്തിച്ചു കൊടുക്കണം. അടിവരിയിട്ട പദങ്ങൾ ആശയതലത്തിൽ വരുത്തുന്ന മാറ്റം എന്തെന്ന് കണ്ടെത്തി എഴുതുക. അല്ലേ? ഈ കലശലായ ക്ഷീണം, നന്നായി പരിശോധിച്ചു, വേഗം എത്തിച്ചു കൊടുക്കണം, ഈ പദങ്ങൾ നമ്മുടെ കഥയിലെ ആശയത്തിൽ വരുന്ന മാറ്റം എന്തൊക്കെയാണ്? കണ്ടെത്തി എഴുതുക എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. അടിവരിയിട്ട പദങ്ങളായ കലശലായ, നന്നായി, വേഗം എന്നീ വിശേഷണങ്ങളാണ് ഇവയ്ക്കെല്ലാം പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നു, സാധാരണ കാര്യമല്ലേ, എനിക്ക് നല്ലോണം വിശക്കുന്നു, അത് കുറച്ചും കൂടി ഡീപ്പായില്ല, ഡെപ്തിൽ പോയില്ല, അത്രയേ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷൻ, അവസ്ഥയെ കുറച്ചും കൂടിയും സീരിയസ് ആയി കാണിക്കാൻ വേണ്ടിയാണ് ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത്. കൃത്യമായി നോക്കാം. കലശലായ ക്ഷീണം. ഇവിടെ ക്ഷീണം എന്ന നാമപദത്തെയാണ് കലശലായ എന്ന പദം വിശേഷിപ്പിക്കുന്നത്. ക്ഷീണം എന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ തളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കലശലായ എന്ന് ചേർക്കുമ്പോൾ ആ ക്ഷീണത്തിൻ്റെ തീവ്രത വർദ്ധിക്കുന്നു. ആ കലശലായ ക്ഷീണം എന്ന് പറഞ്ഞാൽ ആ ക്ഷീണത്തിൻ്റെ തീവ്രതയാണ് ഇവിടെ വർദ്ധിച്ചു വരുന്നതെന്ന് കാണാൻ സാധിക്കും. രണ്ടാമതോ, നന്നായി പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിൽ പരിശോധിച്ചു എന്ന ക്രിയയാണ് നന്നായി എന്ന പദം വിശേഷിപ്പിക്കുന്നത്. അല്ലേ? എന്താണ് പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമാണ്, പക്ഷെ നന്നായി പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമല്ലടാ. അപ്പം നന്നായി പരിശോധിച്ചു പറഞ്ഞാൽ അത് നല്ല കാവ്യാത്മകമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ആ പരിശോധനയുടെ തീവ്രത ഇവിടെ വ്യക്തമാണ്. പരിശോധിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ ആ ക്രിയ നടന്നു എന്ന് വ്യക്തമാവുന്നു മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. എന്നാൽ ആ പരിശോധന എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമല്ല. എന്നാൽ നന്നായി എന്ന് ചേർക്കുന്നതോടെ ആ പ്രവൃത്തിയുടെ ഗുണമേന്മയും രീതിയും വ്യക്തമാകുന്നു. നന്നായി പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ ആ രോഗിയെ നന്നായി ഡോക്ടർ കെയർ ചെയ്തു, കരുതലോടെ ചികിത്സിച്ചു എന്നർത്ഥം. അപ്പോൾ അർത്ഥത്തിനും സിറ്റുവേഷനും അവസ്ഥയ്ക്കും മാറ്റം വന്നില്ലേ ഇത്തരത്തിൽ പദങ്ങൾ മുന്നിൽ ചേർക്കുമ്പോൾ? അടുത്ത പദം എന്താണ്? വേഗം എത്തിച്ചു കൊടുക്കണം.
എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നോർമലായ കാര്യമാണ്, സാധാരണ കാര്യമാണ്. പക്ഷേ വേഗം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡെപ്തിൽ സീരിയസ് ആയിട്ട് വരുമല്ലേ, തീവ്രതയേറും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എത്തിച്ചു കൊടുക്കണം എന്ന ക്രിയയാണ് വേഗം എന്ന പദം വിശേഷിപ്പിക്കുന്നത്. ഒരു കാര്യം എത്തിക്കണം എന്നത് ഒരു നിർദ്ദേശമാണ്. വേഗം എന്ന് ചേർക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യേണ്ട സമയത്തെയും വേഗതയെയും അത് സൂചിപ്പിക്കുന്നു. കാലതാമസമില്ലാതെ ഒരു കാര്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ വിശേഷണം വ്യക്തമാക്കുന്നത്. ഇപ്പം കാലതാമസമില്ലാതെ ഒരു കാര്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഈ വിശേഷണം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നതെന്ന് വ്യക്തം. ഓക്കെ, ഇപ്പം നമുക്ക് ഈ പാഠഭാഗം മനസ്സിലായില്ലടാ. പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മൾ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി, അതിലെ കുറച്ച് ചോദ്യങ്ങളും പഠിച്ചു. ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഡെപ്തിലുള്ള ഇതിൻ്റെ എല്ലാ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും എക്സാമിനർ മലയാളം ആപ്പിലുണ്ട്. നിങ്ങൾ എക്സാമിനർ 8ാം ക്ലാസ്സിലെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ മലയാളം ക്ലാസ്സിൽ ഇതൊക്കെ നിങ്ങളെ തേടി എത്തിയിട്ടുണ്ടാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ബാച്ച് ജോയിൻ ചെയ്ത മക്കൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇതോടൊപ്പം ഈ പാഠഭാഗത്തോടൊപ്പമുള്ള മറ്റൊരു പാഠഭാഗം കൂടിയാണ് ഏത്, നിലനിൽപ്പിയം. VK-ൻ്റെ നിലനിൽപ്പിയം എന്ന് പറയുന്ന ഒരു കുഞ്ഞു കഥയുണ്ട്. അതും കൂടി നമുക്ക് പെട്ടെന്നൊന്ന് പഠിച്ചു പോകാം. അപ്പോൾ ഈ പാഠഭാഗമൊക്കെ പറയുന്നത് എന്താണ്, ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഓക്കെ, ഇപ്പം എന്താണ്, പല്ല് തേച്ച് പ്രാതലിനിരുന്നു. ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ രാവിലെ പല്ല് തേച്ച് പ്രഭാത ഭക്ഷണത്തിനിരുന്നു. ആവിയിൽ വിടർന്ന വെള്ളാമ്പൽ ഇഡ്ഡലികൾ, അല്ലേ, വെള്ളാമ്പൽ ഇഡ്ഡലികൾ. എന്താ മോനെ വർണ്ണന, വെള്ളാമ്പൽ ഇഡ്ഡലി എന്ന് പറയുന്നത്. അപ്പം വെളുത്ത് തുടുത്ത 2 ഇഡ്ഡലികളുണ്ട് അവിടെ. 2 ഇഡ്ഡലി ചട്നിയിൽ മുക്കി തിന്നു. ആ 2 ഇഡ്ഡലി എടുത്ത് അദ്ദേഹം ചട്നിയിൽ മുക്കിയിൽ തിന്നു. സൂപ്പർ. 2 എണ്ണം പൊടി കൂട്ടി തിന്നു. ഇഡ്ഡലി പൊടിയും കൂട്ടി 2 എണ്ണം തിന്നു. 2 എണ്ണം മുളക് അരച്ചത് കൂട്ടി തിന്നു. 2 ഇഡ്ഡലി എന്ത് ചെയ്തു, മുളക് അരച്ചും കൂട്ടി തിന്നു. 2 എണ്ണം പഞ്ചസാര ചേർത്ത് തിന്നു. 2 ഗ്ലാസ് കാപ്പി കുടിച്ചു. അപ്പം ഇദ്ദേഹം രാവിലെ എണീച്ചുകൊണ്ട് ഇഡ്ഡലി കഴിക്കുകയാണ്. ചമ്മന്തി മുക്കിയും കഴിച്ചു, പഞ്ചസാര മുക്കിയും കഴിച്ചു, ഇഡ്ഡലി പൊടിയിൽ മുക്കിയും കഴിച്ചു, ഇഡ്ഡലി കഴിച്ചു. വെള്ളാമ്പൽ നിറമുള്ള വെളുത്ത നിറമുള്ള ഇഡ്ഡലിയൊക്കെ കഴിച്ചു. വയറൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ആര്, ഈ ചങ്ങായി. എന്നിട്ട് 2 ഗ്ലാസ് കാപ്പിയും കുടിച്ചു. ബേഷ്, അടിപൊളി, വേറെ ഒന്നും വേണ്ട സന്തോഷത്തിന്. പഴയരിച്ചോറ്, വെണ്ടയ്ക്ക സാമ്പാർ, ഇളവനും പച്ചമുളകും ചേർത്ത് ഓലൻ, വഴുതനങ്ങയും ഉള്ളിയും ചേർന്നുള്ള മെഴുക്കു പുരട്ടി, കടുമാങ്ങ, പപ്പടം, മോര് ഉണ്ടു. ഉച്ചയ്ക്ക് എന്തൊക്കെ കൂട്ടി ചോറ് കഴിക്കുന്നേ? ഉച്ചയ്ക്ക് രാവിലെ ഇഡ്ഡലി കഴിച്ചു കേട്ടോ, കുറേ ഇഡ്ഡലി കഴിച്ചു. ചട്നിയും പഞ്ചസാരയും കാപ്പി എല്ലാം കുടിച്ച് സൂപ്പറായിരുന്നു. ഉച്ചയ്ക്ക് എന്ത് ചെയ്തു, നല്ല ചോറും വെണ്ടയ്ക്ക സാമ്പാറും ഇളവനും പച്ചമുളകും ചേർത്ത് ഓലനും വഴുതനങ്ങ ഉള്ളിയും ചേർന്നുള്ള മെഴുക്ക് പുരട്ടിയും കടുമാങ്ങയും പപ്പടും മോരൊക്കെ കൂടി അടിപൊളി ചോറുണ്ടു. ഇത് അടിപൊളിയാ അല്ലേ, ഇതിങ്ങനെ കുഴച്ചതാ. ഇങ്ങനെ ആര് ചോറുന്നു? ഈ ചങ്ങായി ചോറുന്ന്. അട്ടം മുട്ടുന്നത് വരെ ഉണ്ടു. അതായത് വായനയുടെ മുട്ടുന്നത് വരെ എന്ത് ചെയ്തു, ചോറുണ്ടു. ട്രാൻസിസ്റ്ററും എടുത്ത് കിടപ്പുമുറിയിൽ പോയി. എന്നുവെച്ചാൽ റേഡിയോ തലയ്ക്ക് വെച്ച് കിടന്നു. തിരുവനന്തപുരം, തൃശ്ശൂർ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ കേട്ടു. തൊഴിലാളി മണ്ഡലം തുടങ്ങിയപ്പോൾ ബോധം കെട്ടു. അതായത് പ്രാദേശിക വാർത്തകൾ കേട്ടപ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോയി. 2 മണിക്ക് പ്രക്ഷേപണം അവസാനിച്ചപ്പോൾ ബോധം തിരിച്ചു കിട്ടി. 3 മണിവരെ കിടന്നുറങ്ങി. പിന്നെ വീണ്ടും 3 മണിവരെ അദ്ദേഹം കിടന്നുറങ്ങി. നല്ല ഉറക്കം, നല്ല ലാവിഷായിട്ടുള്ള ഉറക്കം. 3:30ക്ക് ചായ പലഹാരം കഴിച്ചു. 3:30ക്ക് നല്ല ചായയും പലഹാരവും കഴിച്ചു. അരിയും ഉഴുന്നും മുളകും ഉള്ളിയും ഉപ്പും പരിക്കനായി അരച്ച് മുരിങ്ങയില ചേർത്ത് നിർമ്മിച്ച അപ്പമായിരുന്നു. നല്ല അപ്പവും ചായയും കഴിച്ചു ഉച്ചയ്ക്ക്, വൈകുന്നേരം. 3 എണ്ണം തിന്നു. തളരുവോളം ചായയും കുടിച്ചു. പിന്നെ കുറേ ചായയും കുടിച്ചു. എന്ത് ലൈഫല്ലേ, ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ലൈഫാട്ടത്. എല്ലാ നേരവും നല്ല ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക. സായന്തനത്തിൻ്റെ പുറത്ത് സവാരിക്കിറങ്ങി. സായന്തനം വെച്ചാൽ സായാഹ്നം, വൈകുന്നേരം സവാരിക്കിറങ്ങി, നടക്കാനിറങ്ങി. ബഹുദൂരം നടന്നു, കുറേ ദൂരം നടന്നു. വഴിക്ക് ആരോടും മിണ്ടിയില്ല. സ്വാർത്ഥനായി തൻ്റെ കാര്യം മാത്രം നോക്കി നടന്നു പോയി. സന്ധ്യയ്ക്ക് ഗൃഹം പോകി. സന്ധ്യ ആകുമ്പോൾ എവിടെ എത്തി? വീട്ടിലെത്തി. സന്ധ്യയ്ക്ക് എവിടെ എത്തി? വീട്ടിലെത്തി. ഗൃഹം പോകി എന്ന് പറയുന്നു. അസന ഏലാതി എണ്ണയും ചന്ദന സോപ്പും തേച്ച് കുളിച്ചു. എന്ത് സുഖ, ചന്ദന സോപ്പും ഏലാദിയൊക്കെ തേച്ച് അടിപൊളിയായിട്ട് ആര് കുളിച്ചു? ചങ്ങായി കുളിച്ചു. 8-ന് അത്താഴം. 8 മണിക്ക് എന്ത് കഴിച്ചു? അത്താഴം കഴിച്ചു. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും പാലും, അല്ലേ, ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും പാലും കൂട്ടി എന്ത് സുഖ അത്താഴം. നല്ല ചൂട് ചപ്പാത്തി, മൊരിഞ്ഞ ചപ്പാത്തിയും നല്ല ഉരുളക്കിഴങ്ങ് കറിയും ചൂട് പാലും കഴിച്ചു. എന്താ അല്ലേ, പ്രോട്ടീൻ തന്നെ, വിറ്റാമിനും. 10 മണിക്ക് ഉറങ്ങാൻ കിടന്നു. 8 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റിലാക്സൊക്കെ ചെയ്ത് 10 മണിക്ക് ആരീച്ചങ്ങനെ ഉറങ്ങാൻ കിടന്നു. ജീവിതത്തിൽ കൃതകൃത്യത അനുഭവപ്പെട്ടു. നല്ല കൃത്യമായ ജീവിതം, സന്തോഷമായി, ഇത് ഹാപ്പിയായി. രാവിലെ 3-4 ഇഡ്ഡലി, അത് ചട്നിയിൽ മുക്കി, സാമ്പാറിൽ മുക്കി,
മുക്കി ചമ്മന്തിപ്പൊടിയിൽ മുക്കിയിട്ട് പഞ്ചസാര മുക്കി കഴിച്ചു. കുറേ ഗ്ലാസ് കാപ്പിയും കുടിച്ചു. ഉച്ചയ്ക്ക് ചോറും മുരിങ്ങ സാമ്പാറും മെഴുക്ക് വരട്ടിയും അച്ചാറും പപ്പടും മോരും കൂട്ടി ഉണ്ടു. നല്ല സുഖമായിട്ട് പാട്ടും കേട്ട് കിടന്നുറങ്ങി. വൈകുന്നേരം എണീച്ച് 2-3 അപ്പവും ചായയും കുടിച്ച് സവാരിക്ക് ഇറങ്ങി. രാത്രി വീട്ടിലെത്തി 8 മണിക്ക് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും പാലും കുടിച്ച് 10 മണിക്ക് സുന്ദരമായി ഇദ്ദേഹം ഉറങ്ങാം. ഹാപ്പി എന്ന് പറയാം. ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു, തിന്നേണ്ടതെല്ലാം തിന്നിരിക്കുന്നു, ഇനി മരിക്കാം. അല്ലേ? ഒരു തമാശ രൂപത്തിൽ ഈ കഥ പോകുന്നത്. വീക്കെൻഡ് കഥകളുടെ പ്രത്യേകത തമാശയാണ്. ഇനി മരിക്കാം, എല്ലാം ചെയ്തില്ലേ, നല്ല ഫുഡ് കഴിച്ചു, നല്ല റെസ്റ്റ് എടുത്തു, നല്ല നടന്നു, ഹാപ്പിയായി, ഇനി മരിക്കാം. ഇതൊരു ചാൻസാണ്. മരിക്കാൻ കിടന്നു, യഥാസമയം മരിച്ചു, പുലർച്ചെ ശവമെടുത്തു. അപ്പോൾ ഇദ്ദേഹം മരിച്ചു കേട്ടോ. ഇത് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി, ഇത് തമാശയാണ്, കഥയാണ്. ഇദ്ദേഹം എല്ലാ ഫുഡും കഴിച്ച് ഹാപ്പിയായി ഇദ്ദേഹം മരിച്ചു. രാവിലെ ഇദ്ദേഹത്തിൻ്റെ ശവം എടുത്തു. വീട്ടുകാർ പുലർച്ചെ ശവമെടുത്തു, രാവിലെ ശവമെടുത്തു. വീട്ടുകാർ കേൾക്കാത്തത്ര ദൂരത്തായപ്പോൾ പയ്യൻ ശവമഞ്ച വാഹകരോട് ചോദിച്ചു. അങ്ങനെ ശവമഞ്ച എടുത്ത് പോകുന്ന ആൾക്കാരില്ലേ, ഈ ഇദ്ദേഹത്തിൻ്റെ ശവപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ചങ്ങായി, മരിച്ച ചങ്ങായി ശവപ്പെട്ടി എടുക്കുന്നവരോട് ചോദിച്ചു, അവിടെയും രാവിലെ ഇഡ്ഡലി തന്നെയല്ലേ? മരിച്ച ശവവും ചോദിക്കുക എന്താണ്, നിങ്ങൾക്കും ഇഡ്ഡലിയാണോ പ്രഭാത ഭക്ഷണം എന്ന്. അപ്പോൾ എന്താണ് ഈ കഥ പറയണേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭക്ഷണം എത്രമാത്രം ആവശ്യമാണെന്നും അത്യാവശ്യമാണെന്നും അനാവശ്യമാണെന്നും ഇവിടെ പറയുകയാണ്. മനുഷ്യന്, പ്രത്യേകിച്ച് മലയാളികളുടെ മാറുന്ന ഭക്ഷണ രീതി എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇപ്പം ഇദ്ദേഹം മരിച്ചിട്ടും ഇദ്ദേഹത്തിന് ഭക്ഷണത്തോടുള്ള താല്പര്യവും ആർത്തിയും കൊതിയും വിട്ടു പോകുന്നില്ല. അത്രയും മനുഷ്യന് ഭക്ഷണത്തോടുള്ള പ്രിയം. അതാണ് പറയണേ, അമിതമായാൽ അമൃതും വിഷമെന്ന് പറയുന്ന പോലെ അമിതമായാൽ ഭക്ഷണവും വിഷമായി മാറുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കഥയിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ആര് വീക്കെൻഡ്. അപ്പം ഇതും കൂടി ഞങ്ങളോടൊന്ന് പറഞ്ഞ് ഓർപ്പിച്ചേ ഉള്ളൂ. ഇനി നമുക്കൊന്നും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് മക്കളെ, ഈ ഒരു പാഠഭാഗത്ത് നിന്നും പ്രത്യാശയുടെ കിരണത്തിൽ നിന്നും ഒരു ചോദ്യം വരാം. എന്ത്? കഥാപാത്ര നിരൂപണം. ആരുടെയാണ് മക്കളെ കഥാപാത്ര നിരൂപണം ചോദ്യം വരിക? നോക്കാം നമുക്ക്. ആരൊക്കെയായിരിക്കും വരിക? ഒന്ന് നമ്മുടെ ദരിദ്രൻ, അല്ലേ? ദരിദ്രൻ്റെ കഥാപാത്ര നിരൂപണം വരാം. പിന്നെ ആര് വരും? ധനികൻ ലാല, ധനികൻ്റെ കഥാപാത്ര നിരൂപണം. പിന്നെ ഡോക്ടർ സന്തുകുമാർ. ഈ കഥാപാത്രങ്ങളുടെ കഥാപാത്ര നിരൂപണം ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യമായി പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മക്കളെ. നോക്കുക, എന്താണ് നമ്മുടെ ഈ ദരിദ്രൻ്റെ കഥാപാത്ര നിരൂപണത്തിൽ എന്തൊക്കെ എഴുതാൻ പറ്റും? ദരിദ്രൻ സ്നേഹനിധിയായ ഒരു വീട്ടുടമസ്ഥനാണ്, ഗൃഹനാഥനാണ്, അഴിമതിക്കാരനല്ല. തൻ്റെ വീട്ടിലെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിക്കുന്നു. തൻ്റെ തുച്ഛ ശമ്പളം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ലെന്ന് അറിഞ്ഞിട്ടും സ്വയം പട്ടിണി കിടക്കുന്ന വ്യക്തി. പോഷകാഹാരത്തിൻ്റെ കുറവ്. ഇത് ദരിദ്രൻ്റെ ഒരു കഥാപാത്ര നിരൂപണമാണ്. ഈ ദരിദ്രൻ പ്രതീകമായി വരുന്നത് എല്ലാ കുടുംബനാഥന്മാരുമാണല്ലേ, പാവപ്പെട്ട. തൻ്റെ വീട്ടിലെ മക്കളും ഭാര്യയും മാതാപിതാക്കളും സന്തോഷമായി ജീവിക്കട്ടെ എന്ന് കരുതി വസ്ത്രം പോലും വാങ്ങാതെ നല്ല ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്ന എല്ലാ ദരിദ്രരായ കുടുംബനാഥന്മാരുടെ പ്രതീകമായി ആര് കടന്നു വരുന്നു? നമ്മുടെ ദരിദ്രൻ കടന്നു വരുന്നു. പിന്നെന്താണ്? ധനികൻ എന്ന് പറഞ്ഞ എന്താണ് കഥാപാത്രം? ഈ കഥയിൽ വായനക്കാരിൽ ചിരി ഉണർത്തുന്ന കഥാപാത്രമായി ആര് കടന്നു വരുന്നു? ധനികൻ കടന്നു വരുന്നു. വിരലെറിയ മോതിരവും കഴുത്തിലും കാതിലും സ്വർണത്തിൻ്റെ മാലയും കമ്മലും ഒക്കെയാണ് ഞാൻ ഒരു കഥാപാത്രമാണ് ധനികൻ. തൻ്റെ അമ്മയോട് അഗാധമായ സ്നേഹമുള്ളതുകൊണ്ട് ഭാര്യയ്ക്ക് തൻ്റെ സ്വർണ്ണക്കടുക്കൻ ഊരി കൊടുക്കാത്ത ധനികൻ. തനിക്ക് രോഗമില്ല എന്നറിയുന്ന സങ്കടമുള്ള ധനികൻ. സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി തനിക്ക് കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും പിന്നെ ഷുഗറും വേണമെന്ന് ആഗ്രഹിക്കുന്ന ധനികൻ. ഇതിലൂടെ ധനികരുടെ സ്വാർത്ഥതയെയും അവരുടെ പണത്തിനോടുള്ള ബഹുമാനക്കുറവുമെല്ലാം ചർച്ച ചെയ്യുന്ന കഥാപാത്രമായി ആര് വരുന്നു? നമ്മുടെ കഥയിലെ ധനികനും വരുന്നു. പിന്നെയാണ് ഡോക്ടർ സന്തുകുമാർ. കഥയിൽ 2 രോഗികളെ പ്രത്യേകിച്ച് കാണുന്ന ഒരു കഥാപാത്രമായി, വേർതിരിച്ച് കാണുന്ന കഥാപാത്രമായി ഡോക്ടർ സന്തുകുമാറും വരുന്നില്ലേ? പാവപ്പെട്ടവരോട് അതിയായ സ്നേഹവും കാരുണ്യമുള്ള കഥാപാത്രമായി ഡോക്ടർ സന്തുകുമാർ മാറുന്നു. തൻ്റെ കൂടിയായിരിക്കുന്ന തൻ്റെ സുഹൃത്തായ ധനികനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പരിഹസിക്കുകയും ചീത്ത പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടർ. ദരിദ്രനാണെന്നറിഞ്ഞിട്ട് ആ ശിപ്പായിക്ക് മരുന്നും ടോണിക്കും ബിസ്ക്കറ്റുമെല്ലാം കൊടുത്ത് ഇനി ആവശ്യം വന്ന തൻ്റെ അടുത്ത് ഓടി വരണമെന്ന് പറയുകയും ജോലിയിൽ വീണ്ടും ശ്രദ്ധിക്കണമെന്ന്, പോഷകാഹാരങ്ങൾ കഴിക്കണമെന്നും സ്നേഹത്തോടെയും വാത്സല്യത്തോടും ഉപദേശിക്കുന്ന ഒരു വ്യക്തിയായി, നല്ല കഥാപാത്രമായി ഡോക്ടർ സന്തുകുമാറും മാറുന്നു അല്ലേ? ഇത്തരത്തിൽ ഒരുപാട് ജീവിതാവസ്ഥകൾ ചിത്രീകരിക്കുന്ന കഥാപാത്രങ്ങളാണ് ദരിദ്രനും ധനികനും ഡോക്ടർ സന്തുകുമാറും. ഒരുപക്ഷെ ഈ പാഠഭാഗത്തു നിന്നും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും എക്സാമിന് ഒരു കഥാപാത്ര നിരൂപണം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുമോ മക്കളെ? ഇനി നമുക്ക്
നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഈ നിലനിൽപ്പിയും എന്ന് പറയുന്ന പാഠത്തിൽ മാറി വരുന്ന മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് മാറി വരുന്ന മലയാളികളുടെ ഭക്ഷണ സംസ്കാരം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക അല്ലെങ്കിൽ എന്താ വരിക, ഒരു പ്രഭാഷണം തയ്യാറാക്കുക. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും കേട്ടോ. അതായത് മാറി വരുന്ന മലയാളികളുടെ ഭക്ഷണ സംസ്കാരം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക, പ്രഭാഷണം തയ്യാറാക്കുക എന്ന ചോദ്യം നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനായി സാധിക്കും. ഇത്തരത്തിൽ ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണം, മലയാളിയുടെ ഭക്ഷണ സംസ്കാരമൊക്കെ മാറി വരികയാണ് അല്ലേ, ഫാസ്റ്റ് ഫുഡിലേക്കും പാശ്ചാത്യ ഭക്ഷണ ശൈലികളിലേക്കും പോകുന്നു. അതുകൊണ്ട് തന്നെ വ്യായാമമില്ലാതിരിക്കുമ്പോൾ പല ജീവിതശൈലി രോഗങ്ങളും വരുന്നു. മലയാളിയുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഭക്ഷണം അമൃതല്ല, അധികമായ വിഷമായി മാറുന്നു. ഇതൊക്കെ ഓർപ്പിച്ചുകൊണ്ട് ഭക്ഷണ സംസ്കാരം നമ്മൾ വീണ്ടും നമ്മുടെ തനത് ഭക്ഷണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഫാസ്റ്റ് ഫുഡിൻ്റെ ക്രമീകൃതമായ ഉപയോഗം കുറക്കണം. നമ്മുടെ ജീവിതത്തോട് ചേർന്നുകൊണ്ട് വ്യായാമം ചേർന്നുകൊണ്ട് ലോകത്തെ നോക്കിക്കാണാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപന്യാസമോ പ്രഭാഷണമോ നമുക്ക് എഴുതാൻ ചോദ്യം വരും. അതും കൂടി വന്നാൽ സെറ്റാക്കി എഴുതുക. ഇപ്പം നമ്മൾ ഈ പാഠം സെറ്റാക്കി, പ്രത്യാശ കിരണങ്ങളും സെറ്റാക്കി, നിലനിൽപ്പിയും സെറ്റാക്കി, അതിലെ ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞു. 8ാം ക്ലാസ്സിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത മുത്തുമണികളെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. എക്സാമിനർ 8ാം ക്ലാസ്സിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളെ കാത്തിരിക്കുന്നു. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.